ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തിക്കോടി ബീച്ചിലാണ്. തിരുവോണ ദിനത്തിലും ഇത്ര നല്ല തിരക്കിലൂടെ നമ്മളിപ്പോൾ തിക്കോടി ബീച്ചിൽ നിൽക്കുകയാണ്. ഈ തിരക്കിലും നമുക്ക് ഇവിടെ ഫുള്ള് എന്താ പറയാ എൻജോയ്മെന്റും കാര്യങ്ങളും കാണാം. കാരണം തിരുവോണ ദിനത്തിലും നമുക്ക് എല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിലിടയ്ക്കും ഇത്രയും സമയം കണ്ടെത്തി ഇവിടെ എത്താൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഫാമിലിയോടെയാണ് ഇവിടെ അധികം ആൾക്കാരും നമുക്ക് വന്ന ഇപ്പൊ കാണാൻ പറ്റുന്നത്. തിരുവോണ ദിനത്തിൽ നമ്മൾ ഇന്ന് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയാനുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയിരിക്കുന്നത് എന്നത്. പയ്യോളി നൈസ് മൊബൈൽസിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ മറ്റേ മഹാബലിനെ ചവിട്ടി താഴ്ത്തിയ ഒരു അവതാരമുണ്ട്. ആ അവതാരത്തിന്റെ പേരാണ് അല്ല എവിടത്തേക്കാ ചവിട്ടി താത്തിയെന്ന് അറിയാം. ഏത് നാളിലാണ് ഏറ്റവും വലിപ്പത്തിലുള്ള പൂക്കൾ ഒരുക്കേണ്ടത്? ഏത് നാളിലാണ് ഏറ്റവും വലിയ പൂക്കൾ ഇടേണ്ടത്? സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനമാണ്. ഏത് നാളിലെ വലിയ പൂക്കൾ ഇടേണ്ടത്? ഉത്രാടം. ഓക്കെ, മോളെവിടെയാ? സ്ഥലം എവിടെയാ? തിക്കോടി എവിടുത്തെ? ഓക്കെ, അതുപോലെ തന്നെ കൈയടിച്ചത് ഏറ്റു വാങ്ങിക്കോ. ഏറ്റവും തലേ ദിവസം ഏത് നാളാണ്? തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാളാണ്? തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാളാണ്? തിരുവോണത്തിന്റെ തലേന്നാണ്. നാളാണ് ഉത്രാടം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നേരും. അത് മോൻ വാങ്ങിക്കാം. നമ്മള് കഴിച്ചപ്പോൾ നല്ലൊരു സന്തോഷമായിട്ട് കഴിക്കണം, സന്തോഷമായിട്ട് പോണം. നമ്മളെല്ലാം ജനങ്ങളെല്ലാം കാണാനായിട്ട് വരുന്ന ഒരു അരിയല്ലേ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചില്ല. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നതായിരുന്നു ആട്ട്ലാൻഡ് പയ്യോളി നൽകുന്ന ഒരു സമ്മാനമാണ്. ഓണം എന്നും മലയാളിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിൽ തിക്കോടിയിലെ കല്ലകത്ത് ബീച്ചിൽ ജനങ്ങൾ ആവേശത്തോടെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. സമയത്ത് ഇത്രയൊന്നും ആൾക്കാർ ജനങ്ങളൊന്നും ഉണ്ടായില്ല. ബീച്ചെന്നെ മാറിപ്പോയല്ലേ. ഞാൻ ഇവിടെ വളർന്നതാണ്. ഞാൻ ഇവിടെയാണ് വീട്, എന്റേത് ഇവിടെ തന്നെയാണ്. അന്ന് പറഞ്ഞാൽ ഒരു ആള് പോലും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. ഇപ്പൊ അത് ഡ്രൈവിംഗ് ബീച്ചായി മാറി.
പണ്ട് ഇവിടെ അറിയപ്പെടുന്നത് കല്ലെത്ത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. എൻ്റെ ഒരു ചെറുപ്പകാലം എല്ലാം പറയാ കല്ലെത്ത് എന്നാണ്.